രാജ്യവ്യാപകമായി ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെല്ലാം നേതൃത്വത്തിൽ ഇതുപോലെയുള്ള വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അതിന്റെ കാരണങ്ങളെല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 10-12 വർഷക്കാലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റാണ്. ആ BJP ഗവൺമെന്റ് മൂന്നാമത്തെ വരവോടുകൂടി അവർ ധരിച്ചു വെക്കുന്നത് ഭരണഘടനയെല്ലാം വലിയ മാറ്റം വരുത്തി അവരാഗ്രഹിക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു രാജ്യമായി ഈ ഇന്ത്യയെ കൊണ്ടുപോവാം എന്നാണ്. ആ നിലയിലുള്ള വലിയ പ്ലാനിങ്ങുമായിട്ടായിരുന്നു അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ജനങ്ങളുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടാവുകയും അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള 400 സീറ്റിലേക്ക് അവർക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും വീണ്ടും അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിഞ്ഞു എന്നതുകൊണ്ട് പ്രധാനപ്പെട്ട കുറെ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തി അതിൽ നിന്ന് എംപിമാരെ പണം കൊടുത്ത് വാങ്ങി ഈ രാജ്യത്തെ തന്നെ നമ്മുടെ ഭരണഘടനയെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷോടകത്തെല്ലാം വെല്ലുവിളിച്ച് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ആവശ്യമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റത്തെയാണ് ഇന്ത്യയുടെ തെരുവിൽ നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം കൂടി ചോദ്യം ചെയ്ത് നരേന്ദ്രമോദിക്കുൾപ്പെടെ വലിയ നാണക്കേടുണ്ടാക്കിയിട്ട് അനുഭവം ഉണ്ടായത്. ആ നരേന്ദ്രമോദിയുടെ മുഖത്തേറ്റ പ്രഹരത്തിന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പകപോക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം അണിനിരന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഡൽഹിയുടെ തെരുവോരങ്ങൾ കീഴടക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ തന്നെ അമിത്ഷായെ തന്നെ രാജിവെപ്പിക്കുന്ന വിധത്തിലുള്ള ഐതിഹാസികമായ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നാണ് അവരെ എല്ലാം ഉറപ്പെടുത്താനുള്ളത്. അവർ ധരിക്കുന്നത് എന്തുമാവാം എന്നാണ്. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്കാണ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത നിലയിൽ മഫ്തി പോലീസിനെ വിട്ടുകൊണ്ട് റെയ്ഡ് ചെയ്യിക്കാൻ ആവശ്യമായ നീക്കം നടന്നത്. ആരാണ് ഐഷി ഘോഷ്? ഐഷി ഘോഷ് രാജ്യത്തെ വിദ്യാർത്ഥി പോരാട്ടത്തിന്റെ മുൻനിര നേതാവാണ്. JNU സർവകലാശാലയിൽ ഐഷി ഘോഷ് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടം നമ്മൾ ആരും മറന്നിട്ടില്ല. JNU സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ RSS പിടിമുറുക്കാൻ വേണ്ടിയിട്ട് വലിയ നീക്കം നടത്തിയപ്പോ ഗുണ്ടകളെ ഇറക്കി വിട്ടിട്ട് ഐഷി ഘോഷിന്റെ തലയുൾപ്പെടെ അടിച്ചു പൊട്ടിച്ചപ്പോഴും ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാതെ ഐഷി ഘോഷ് നടത്തിയിട്ടുള്ള പോരാട്ടം രാജ്യത്തെ BJPയെ RSSനെ ഞെട്ടിച്ചതാണ്. ഇപ്പോഴിതാ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് നയിച്ചിട്ടുള്ള പോരാട്ടം നമുക്കറിയാം. ആ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി നേതാക്കളിൽ പ്രമുഖയാണ് ഐഷി ഘോഷ്. അതിന്മേലുള്ള പകപോക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ അവരെയെല്ലാം ഓർമ്മിപ്പിക്കാനുള്ളൂ. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ ചെറുപ്പക്കാർ ഈ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്തിത ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്തും ജയിലടച്ചും വെടിവെച്ച് കൊലപ്പെടുത്തിയും ഇല്ലാതാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ മിനിമം ഈ രാജ്യത്തിന്റെ ഐതിഹാസികമായ ദേശീയ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ അധ്യായങ്ങൾ നിങ്ങൾ മറച്ചു നോക്കണം. ആ ചരിത്രം നിങ്ങൾ നോക്കണം. ആ സമരത്തിൽ നിങ്ങൾ പങ്കെടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ സമരത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞു തരാൻ ആളുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ചരിത്ര പുസ്തകങ്ങൾ മറച്ചു നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് ഇന്ത്യയുടെ ഭരണാധികാരികളെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഐഷി ഘോഷെതിരായി നടന്നിട്ടുള്ള ഈ അതിക്രമത്തെ ദേശീയ പാർട്ടി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടുകൾ മുന്നോട്ട് പോകുന്ന CPMന്റെ ഓഫീസ് ഉൾപ്പെടെ റെയ്ഡ് നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ഈ നിലപാടുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധവുമായിട്ട് രാജ്യത്തിന്റെ തെരുവുകളിൽ DYFI ഉണ്ടാവും എന്ന് മാത്രം ഉറപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.